നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയും നിരവധി പേർക്ക് അതിമാരകമായി പരിക്കേൽക്കുകയും ചെയ്ത ചെങ്കോട്ട സ്ഫോടനം കുറ്റകൃത്യ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഗൂഢാലോചന നടത്തി എന്നുറപ്പിക്കുന്ന ആളുകളിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തി നിൽക്കുന്ന കാഴ്ച. സ്ഫോടന കേസിൽ പ്രധാന ഗൂഢാലോചനക്കാരിയായി 4 വ്യക്തികളെ തിരിച്ചറിഞ്ഞു. ഡോക്ടർ ഉബർ നബി, ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തൽ, ഡോക്ടർ മുസമിൽ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡോക്ടർ നബിയുടെ പിതാവിനെയും കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യ ഭയക്കുന്ന വൈറ്റ് കോളർ ടെററിസമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത കഥയാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ അകംപൊരുളുകളിലൂടെ ഒരു യാത്ര നടത്താം. 3 ആഴ്ചകൾക്ക് മുൻപ് ജെയ്ഷെ മുഹമ്മദിനെ പുകഴ്ത്തി ശ്രീനഗറിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഈ പോസ്റ്ററുകളുടെ ഉറവിടത്തെ തേടി യാത്ര പുറപ്പെടുന്നു. ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഡൽഹി പോലീസിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും അന്വേഷണം. ഒപ്പം ഹരിയാന പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും. ഇതിനിടയിൽ ജമ്മു കശ്മീർ പോലീസ് വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക റിക്രൂട്ടിംഗ് സംവിധാനത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു. ഇതിനെ തുടർന്ന് നടന്ന പരിശോധനകളിൽ ഇന്ത്യ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ഇന്ത്യയിൽ അതിഭീകരമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട ഭീകര സംഘങ്ങളിൽപ്പെട്ട നിരവധി പേരെ അന്വേഷണ ഏജൻസികൾ നിയമത്തിന്റെ പിടിയിലേക്ക് കൊണ്ടുവരുന്നു. ഫരീദാബാദിൽ അന്വേഷണം നടത്തിയ അന്വേഷണ ഏജൻസികൾ നടുക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. അതിനുമപ്പുറം തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും നുഴഞ്ഞുകയറിയെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കി. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് ശേഷം ലോകത്തിൽ ഒരു പദപ്രയോഗം നമ്മൾ കേട്ടു: വൈറ്റ് കോളർ ടെററിസം. പഴയതുപോലെ വാടക കൊലയാളിയോ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ദുർബല വിഭാഗങ്ങളെയോ ഉന്നമിട്ടായിരുന്നില്ല ഈ ഭീകര സംഘടനകളുടെ നീക്കം. ഭീകരാക്രമണത്തിന് വേണ്ടി കടന്നുവരുന്ന സൂത്രധാരൻ ഒന്നാം തരം സാമ്പത്തിക ശേഷിയുള്ളവരും ഡോക്ടർമാരും IT പ്രൊഫഷണലുകളും എഞ്ചിനീയർമാരും ഒക്കെ. തോക്കും ആയുധങ്ങളും ഉപയോഗിച്ചുള്ള തീവ്രവാദമായിരുന്നില്ല അവർ വിഭാവനം ചെയ്തത്. പകരം സാമ്പത്തിക സാമൂഹിക മാർഗങ്ങളിലൂടെ അതിന് നൂതനമായ തീവ്രവാദി ആക്രമണങ്ങൾ. ലോകത്തിന്റെ വൈറ്റ് കോളർ ടെററിസത്തിന് ഇരയാകാനുള്ള സാധ്യത ഇന്ത്യക്ക് കൂടുതലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. ഇത്തരം അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു ഇന്ത്യയുടെ റോയും NIA-യും. ഇതടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അവരുടെ ശക്തമായ ഇടപെടലുകൾ പിന്നീട് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിലേക്ക് നീങ്ങി. പാകിസ്ഥാനും ഖത്തറും ഒക്കെ ഉൾപ്പെടുന്ന ഒട്ടനവധി രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഈ വൈറ്റ് കോളർ ടെററിസം. അവരുടെ മുഖ്യ ശത്രു ഇന്ത്യ ആകുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലുമുള്ള തീവ്രവാദികളോടുള്ള ഇന്ത്യയുടെ കടുത്ത നിലപാട് തന്നെ. എല്ലാത്തിനും ഒടുവിൽ രാജ്യ തലസ്ഥാനമായ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരുമ്പോൾ നമ്മൾ നടുങ്ങുന്ന പല വസ്തുതകളും മുന്നിലേക്ക് വരികയാണ്. വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ചെങ്കോട്ടയിൽ നമ്മൾ കണ്ടത്. അതിനു മുൻപ് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ നമ്മൾ നടുങ്ങുന്ന വിവരങ്ങൾ തന്നെയാണ് ഇന്ത്യ എത്രമാത്രം അപകടത്തിന് മുന്നിലാണ് എന്ന് തിരിച്ചറിയുന്നത്. IS-നും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഭീകര സംഘടനകൾ ഇന്ത്യയെ തങ്ങളുടെ മുഖ്യ ശത്രുവായി കാണുന്നു. ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ അവർ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ അവർ പുതിയ പദ്ധതി ഒരുക്കി. ഇന്ത്യയെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ കാർ ഓടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ചാവേറായി മാറി. വൈറ്റ് കോളർ ഭീകരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ശ്രീനഗറിലെ ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന ചില പോസ്റ്റുകളിൽ നിന്നാണ്. തുടർന്ന് ജമ്മു കശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന അതിശക്തമായ പരിശോധനകൾ. ഇതിനിടയിലാണ് 3 ഡോക്ടർമാർ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും കണ്ടെടുത്തു. ജെയ്ഷെ മുഹമ്മദ്, അൻസർ ഗസ്വത്തുൽ ഹിന്ദ് എന്നിവരുമായി ബന്ധമുള്ള ശൃംഖലയെ തകർക്കാൻ കഴിഞ്ഞു എന്ന ജമ്മു കശ്മീർ പോലീസ് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. ഫരീദാബാദിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തൽ, ഡോക്ടർ മുസമിൻ ഷക്കീൽ എന്നിവരാണ് അന്വേഷണ ഏജൻസികളുടെ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഉമറിനെ തിരക്കിയായിരുന്നു പോലീസ്. ഇതിനിടയിലാണ് ഡൽഹിയിലേക്ക് സ്വയം ചാവേറായി കാർ ഓടിച്ചു വന്ന വൻ സ്ഫോടനം ഉമർ നടത്തിയത്. ജമ്മു കശ്മീരിലെ പുൽവാമയിൽ 1989 ഫെബ്രുവരി 24 ജനിച്ച ഉമർ
അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ പിടികൂടിയ വിവരം ഉമറിനെ നടുക്കി. തുടർന്നാണ് പ്രതികാരം ചെയ്യാൻ ഉമർ തീരുമാനിച്ചത്. യുപിയിലെ സഹറാൻപൂരിൽ നിന്നും ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും യഥാക്രമം റാത്തലിനെയും ഷക്കീലിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ ഭീകര സംഘടനകൾ വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന അതിശക്തമായ പരിശോധനകൾ. ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ആയുധങ്ങളും മാരക വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഗുജറാത്തിൽ നിന്നൊരു ഡോക്ടറെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ കൈകളിൽ അഹമ്മദ് മുഹിയാദ്ദീൻ എന്ന 35-കാരനായ ഡോക്ടർ പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണെന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുന്നു. അയാളുടെ കയ്യിൽ നിന്ന് 4 കിലോഗ്രാം റിസൽ എന്ന ജൈവായുധം കണ്ടെടുക്കുന്നു. അന്താരാഷ്ട്ര രാസ ജൈവായുധ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാരക വിഷവസ്തുവാണ് റിസൻ. ചൈനയിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടി ഇന്ത്യയിലെത്തി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഇയാൾ. ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷങ്ങളിൽ ഒന്നാണ് റിസൻ. രുചിയില്ലാത്തതും വാസനയില്ലാത്തതുമായ ഈ വിഷം ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാൽ ആരും തിരിച്ചറിയില്ല. ഈ ജൈവായുധം ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാൽ അയാൾ ഇഞ്ചിഞ്ചായി മരിക്കും. ശരീരത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെട്ട ആന്തരികാവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തും. ആവണക്കെണ്ണ വേർതിരിച്ചെടുത്തതിനു ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റിസിൻ ശേഖരിക്കുന്നത്. ഡോക്ടർ അഹമ്മദ് മുഹിയാദ്ദീൻ തൻ്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ആ വിഷവസ്തു സ്വന്തമാക്കിയിരുന്നു. ISIS ഭീകര സംഘടനയിൽപ്പെട്ട ഹാൻഡിലുമായി ഇയാൾക്ക് അടുത്ത ബന്ധം. പാകിസ്ഥാനിലുള്ള ഹാൻഡിൽമാർ തന്നെയാണ് ഈ മാരക വിഷവസ്തു ഡോക്ടർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇയാളുടെ സഹപാഠിയായ അസാ സുലൈമാൻ, ഷൈഖ്, കോളേജ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സുഹൈൽ എന്നിവരെ പിന്നീട് ടാസ്ക് ഫോഴ്സ് പിടികൂടുന്നു. അഫ്ഗാൻ സ്വദേശിയായ അബു ഖദീജയാണ് ജൈവായുധം ഡ്രോൺ വഴി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രവിശ്യയുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ജൈവായുധം ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങൾക്ക് ഇവർ പദ്ധതിയിടുന്നു. നടുക്കുന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി, അഹമ്മദാബാദ്, ലക്നൗ എന്നിവിടങ്ങളിൽ വെള്ളത്തിലും ഭാവിയിൽ ക്ഷേത്രപ്രസാദത്തിലുമൊക്കെ കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടത്. ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്താൻ ജൈവരാസ മാനസിക ആക്രമണങ്ങൾക്ക് ഇവർ തയ്യാറെടുക്കുന്നു എന്ന വിവരം ജാഗ്രതയോടെ കണ്ടു. ഇന്ത്യയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക, സർക്കാരിൽ അവിശ്വാസമുണ്ടാക്കുക, വർഗീയ വികാരങ്ങൾ മുതലെടുക്കുക എന്നിവയായിരുന്നു ഇവരുടെ ലക്ഷ്യം. മാനസിക ഭീകരവാദം എന്ന പുതിയ തലത്തിലേക്ക് ഇവർ ചുവടുവച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസർ പറഞ്ഞതും ഇന്ത്യയെക്കുറിച്ച് തന്നെ. തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് മസൂദ് അസറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും മറ്റു ബന്ധുക്കളടക്കം നിരവധി പേരെയാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ വധിച്ചത്. പാകിസ്ഥാൻ ആസ്ഥാനമായ തീവ്രവാദ സംഘങ്ങൾ വഴി ഫണ്ട് ശേഖരിച്ച് ഹവാല, വ്യാജ NGOകൾ, ചാരിറ്റികൾ മുതലായവയിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുക്കുക. ഈ പണം നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു. പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കീഴിൽ ഒരു പ്രത്യേക സംവിധാനം, ഒരു കേണലിന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങൾ നടന്നത് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.